അവിടെ ഇന്നാളെ വരുന്നുണ്ട് സൗകര്യമൊക്കെ പറയാൻ ഞാൻ പറഞ്ഞാൽ എല്ലാവരും സുഖമാണുണ്ടല്ലോ. ശരി ചോദിച്ചപ്പോൾ മകൻ മരുമാളടിച്ചു വിട്ട് മരുമാള് വേറെ വിട്ട് സാന്ദ്ര കുടുംബത്തിനകത്ത് വലിയ പ്രാർത്ഥനക്കാരിയായിട്ട് പറയുകയാണ്. വലിയ കൗൺസിലർ ഒരു വലിയ ധ്യാനകേന്ദ്രത്തിൽ കേട്ടോ. സാന്ദ്ര തകർന്നവരാണ്. കാരണം കൈവെപ്പ് പ്രാർത്ഥന കൈ വെക്കണമെങ്കിലോ 1 തിമോത്തി 5:22 ഇതാദ്യം ഞാൻ പറഞ്ഞപ്പോൾ നമ്മുടെ പക്ഷത്ത് വളരെ ഉണ്ടായിരുന്നോ? ആദ്യം പറഞ്ഞിട്ട് എല്ലാവരും എതിർപ്പാണ്. ഇപ്പൊ പ്ലേറ്റ് മാറ്റി വെക്കാൻ തുടങ്ങിയാട്ടോ. ആദ്യം ടൈലുകളും ഞാൻ പാലയിൽ ചെന്നപ്പോ ജയിപ്പിക്കാട് കൊണ്ടുവന്നു ചട്ടച്ചക്കാട് എന്റെ ടോപ്പ് പിടിച്ചെടുക്കാൻ. ഞാൻ പറഞ്ഞത് 2 തിമോത്തിയാണ് പറഞ്ഞത്. 1 തിമോത്തി 4:14 കൃപാവരമാണ് പറഞ്ഞത്. കൈവെപ്പ് കൃപാവരം കൈവെക്കുമ്പോൾ 2 തിമോത്തി 1:6-8 വരെ വനത്തില് 3 ശക്തിയാണ്. ദൈവശക്തി, ദൈവസ്നേഹം, ആത്മ എന്നുള്ളതാണ്. അത് 3 പ്രവർത്തിക്കുന്നത്. അത് 2 തിമോത്തിയില് 4-ാം അധ്യായത്തില് 16-ാം വാക്യത്തിൽ പറയാണ്, എന്റെ ന്യായവാദങ്ങൾ ഞാൻ ആദ്യം അവതരിപ്പിച്ചപ്പോൾ ആരും എന്റെ ഭാഗത്തില്ലായിരുന്നു. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. ആ കുറ്റം അവരുടെ മേൽ ആരോപിക്കപ്പെടാതിരിക്കട്ടെ. കണ്ടോ, ഞാൻ പറഞ്ഞു വെറുതെ കഴിച്ചുകൂടാ. ഒരു ധ്യാനത്തിൽ വന്നത് സാക്കര പെണ്ണുങ്ങൾ അവർ കൈവെക്കേണ്ടത് അവരുടെ സ്ത്രീട്ടാ കൊടുക്കുന്നത്. കണ്ടോ, പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. വചനം കണ്ട് ശ്രേഷ്ഠനെയാണ് ദൈവം എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് സഭ സമ്മതിക്കാതിരുന്നത്. കൊല്ലങ്ങളോ ആ ശ്രേഷ്ഠ സഭയാണത്. അതാണ് യാക്കോബ് 5:13-16 പറഞ്ഞു. ഈ ശ്രേഷ്ഠനെ തിരഞ്ഞെടുക്കുന്ന ദൈവമാണ്. ദാനിയേൽ 13:80. അതുകൊണ്ടാണ് അവർ ദുരിതോടെ സൂസനാണ് കഴിയുമ്പോൾ 2 പേരുടെ കൈവച്ചത്. സൂസനാണ് പാപത്തിൽ പെടുത്താനായിട്ട്. ദാനിയേൽ 13:34-35. പക്ഷെ സൂസന ദൈവത്തോട് വിളിച്ച് കരഞ്ഞപ്പോ ദൈവം അവരെ രക്ഷിച്ചു. കണ്ടോ, ദൈവം അവളെ കൊല്ലാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ ദൈവം അവരെ രക്ഷിച്ചു. അതിനാണ് ഒരു ബാലനായ ദാനിയേലിന്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടുവരുന്നത്. ഞാൻ പ്രതിഷ്ഠാനുമാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ അവിടെ ഞങ്ങൾ വിധിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ പല സ്ഥലത്ത് ഞങ്ങൾ വിട്ടുപോകുന്നു. ഇത് പറയുന്നു. ഞാൻ പലരുടെ കാര്യം പറഞ്ഞത് ഞാൻ 6 കൊച്ചിയിൽ 2 സൺഡേ മാത്രം ഞാൻ അകന്നു. ഇത്രയും കൊലങ്ങളായിരുന്നു. അതും പാലയ്ക്ക് വേണ്ടിയാണ് പോയത്. അവരുടെ നിർബന്ധ പ്രകാരം പിന്നെ തോന്നി മത്തായി 7:6 അവിടെ കൊണ്ട് വിശദമായി പറ്റിക്കും പാലയിൽ കൊടുക്കാൻ പറയുന്നത്. അത് തിരികെട്ടിക്കും മുഴുവൻ വചനം ശ്രമയുണ്ടായിരുന്നു അല്ലേ? വചനം കൊടുത്തു. ആ വചനം കൊടുത്തപ്പോൾ പ്രധാന ഇതിനാണ് പറഞ്ഞത് കൈകൊണ്ട് പ്രാർത്ഥന. ഇതെല്ലാം കഴിഞ്ഞുകൊണ്ടാണ് ചെയ്തതെന്നാണെന്നറിയാം. അവിടെ അവരുടെ ഗ്രൂപ്പാണ് മുഴുവനും. എല്ലാവരും ധീരം ആ മുഴുവർക്ക് ഏതാണ്ട് അപ്പിടിക്കുന്നതാണ്. മനസ്സിലായില്ലേ? എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് ബന്ധിച്ചാൽ താഴെ പോകും. അവിടെ ഏറ്റവും വലിയ കേട്ടോ. അത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഒരു ഇപ്പോഴത്തെ അവിടുത്തെ പ്രവാചകൻ വന്നിട്ട് ഞാൻ കൈവച്ച് നിരത്ത് നിന്ന് ബന്ധിച്ചതിന് താഴെ പോയാണ്. ഞാൻ കൊണ്ടുവച്ച് ചോദിക്കാൻ പ്രാർത്ഥിച്ചത്. അഭിപ്രായമാണ് എല്ലാവർക്കും ധ്യാനം കൊടുക്കുന്നത്. വചനങ്ങളെല്ലാം കറ്റുകൊണ്ട് പോയി ചെറിയ 29 ഒരാഴ്ച കൂടെ വന്നിട്ട് എല്ലാം അറിയാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. കാരണം ആട് മുഖം നോക്കേണ്ട കാര്യമില്ല. കർത്താവ് മുഖം നോക്കമുണ്ടോ? കണ്ടോ? റോമ 2:11 ഇതിന്റെ ആർക്കും കബലിമുക്കാൻ സാധിക്കില്ല. ഗലാത്യ 6:7. ഞാൻ അവിടെ ഒരു ദിവസം ഇരുന്നാണ് കോൺസ്റ്റന്റ് ഇതിനെ പഠിപ്പിക്കാനാണ് കൊണ്ടുവരുന്നത്. എല്ലാം പഠിപ്പിച്ചു ചെയ്തു. സകലതും എന്തെല്ലാം അരികളാണ് ലോകത്തിലുള്ളത്. അതുകൊണ്ടാണ് എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുതെന്നും 1 യോഹന്നാൻ 4:1-6 ആ പ്രകടനം പറഞ്ഞ് വായിച്ചില്ല. ഞാൻ 5-ാം വാക്യം വായിക്കും. 1-5 വായിക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. വിശ്വസിക്കുമായിരിക്കും. വിശ്വസിക്കും. എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിച്ച് അറിയണം അവ ദൈവത്തിൽ നിന്നാണെന്ന് വിവേചിക്കും. വിവേചിച്ചതിന് അപ്പൊ വിവേചനം വരണോ? 1-10 വേണം. വിവേചനം വരും. കണ്ടോ, അത് ആവശ്യമാണ്. 5-ാം വാക്യം എന്താണ്? അവർ ലോകത്തിൻ്റെതാണ്. അത് അവർ ലോകത്തിൻ്റെതാണ്.
അതുകൊണ്ട് അവർ പറയുന്നത് ലൗകികമാണ് പറയുന്നത്. ലോകം അവരുടെ വാക്ക് ശ്രമിക്കുകയും ചെയ്യുന്നു. ലോകം അവരുടെ വാക്ക് ശ്രമിക്കും. നമ്മുടെ വഴി ഇടുങ്ങിയ കുറച്ച് പേരെയുണ്ട് കർത്താവിന്റെ വഴിയിൽ. 10:7-13-14 അതുകൊണ്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ടവർ വളരെ ചുരുക്കം. വിളിക്കപ്പെട്ടവർ 10,000-കണക്കിന്, തെരഞ്ഞെടുക്കപ്പെട്ടവർ വളരെ ചുരുക്കം. കേട്ടോ, 22-14 ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരെ മറ്റു തട്ടിക്കൊണ്ടുപോകും, ആ വീട് പോകും. കപടപ്രവാചകന്മാർ വരുമ്പോൾ അതുകൊണ്ടാണ് വിവേചനപരമുണ്ടെങ്കിൽ വീഴുമോ? ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് എല്ലാം. അല്ലെങ്കിൽ നിങ്ങൾ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ദുരുപയോഗത്തിനുള്ളതാണോ? ഈശോ വരുമ്പോഴാണ് സ്വാതന്ത്ര്യം തരുന്നത്. 2 കൊരിന്ത്യർ 3:16-15 ഈശോ വരുമ്പോഴാണ് നമ്മുടെ മൂടുപടം മാറുന്നത്. വായിച്ചത്. എന്നാൽ ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുന്നു. അതെങ്ങനെയാണ്? പൂർണ്ണമായിട്ടും മൂടുപടം എപ്പോഴാണ്? സകല മൂടുപടവും വൈരാഗ്യം, വിദ്വേഷം, മൂടുപടം തന്നെയാണ് കാപട്യം. സകല 1:1 മൂടുപടം ഇരിക്കുന്നത് അതെല്ലാം വിട്ടുപോകും. ക്രമേണ ഒരു ദിവസം കൊണ്ടൊന്നല്ല, 4 കൊല്ലത്തോളം എടുക്കും ഇങ്ങനെ വിട്ടു പോകാൻ. അപ്പോഴാണ് എളിമപ്പെടുന്നത്. കേട്ടോ, അപ്പോൾ പേര് പെരുമാറ്റം ഓടില്ല, എളിമപ്പെടുന്നത്. പിന്നെ കർത്താവ് ആത്മാവാണ്. കർത്താവിന്റെ ആത്മാവിനടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. മനസ്സിലായ കർത്താവ് ആത്മാവാണ്, ദൈവം ആത്മാവാണ്. യോഹന്നാൻ 4:24 ദൈവം ആത്മാവാണ്. നമ്മളും ആത്മാവിനോട് വരുന്നത്. കേട്ടോ, ഈ ആത്മാവ് ഒന്നായി ചേരിയാണ്. 1 കൊരിന്ത്യർ 6:17 ഇതുകൊണ്ടാണ് ഗലാത്യർ 5:13-16 വനത്തില് മിസ്റ്റർ പൗലോസ് എന്താ പറയുന്നത്? ഈ സ്വാതന്ത്ര്യം എത്തിയിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. സഹോദരരെ, സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ വിജയിച്ച സ്വാതന്ത്ര്യത്തിന്റെ തല്ലിപ്പൊളിയാന്ന് പറയുന്നത്. ആ സ്വാതന്ത്ര്യമാണ് നമ്മൾ ബൗദ്ധ്യ സ്വാതന്ത്ര്യമാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. ആത്മീയ സ്വാതന്ത്ര്യമാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭയമൊന്നുമില്ലാത്തത്. കേട്ടോ, ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി അതിനെ ഗണിക്കരുതെന്ന് മാത്രം. അതിനെ ഗണിക്കരുത്, ആരും ഗണിക്കരുത്. ലോകത്തിന് സ്വാതന്ത്ര്യം നല്ലത്. പ്രത്യേക സ്നേഹത്തോടുകൂടെ ദാസരെ പോലെ പരസ്പരം സേവിക്കുകയും അതിന്റെ പല നമ്മളെ അടുത്ത പോയത്. എന്നാൽ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരെയും സ്നേഹിക്കുക എന്ന ഒരേ ഒരു കൽപ്പനയും നിയമം മുഴുവനും അടങ്ങിയിരിക്കും. സകല നിയമം അടങ്ങിയിരിക്കും. ഗലാത്യർ 5:6 സകല നിയമം അടങ്ങിയിരിക്കുന്ന. മത്തായി 22:40 സകല നിയമങ്ങൾ അടങ്ങിയിരിക്കുന്ന പരസ്പര സ്നേഹം. ആ സ്നേഹമാണ് ഈശോ പറഞ്ഞ് ഞാനൊരു പുതിയ കൽപ്പന തരുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. യോഹന്നാൻ 13:34-35 ഈ സ്നേഹത്തിന് കടപ്പാടുണ്ടാകാൻ പാടില്ല. റോമ 13:8 ആ സ്നേഹമാകട്ടെ ജ്ഞാനത്തിലും വിവേചന വരത്തിലും വിവേചന ശക്തിയിലും വേണം സ്നേഹം അറിയണം. അതാണ് സ്നേഹം. ഫിലിപ്പിയർ 1:9 വരെ കണ്ട മന്ത്രബോധനയ്ക്ക് സ്നേഹിക്കാനില്ല. കണ്ടങ്ങൾക്ക് ഒഴുകി വെട്ടിക്കൊണ്ടുവരാനോ ആണോ? സ്നേഹിതനാണെന്ന് ചെയ്യാൻ പാടില്ല. അതാണ് പ്രഭാഷണം 29-34 പലവരാനും വിളിച്ച് വെട്ടിക്കയറ്റി ചെയ്യാൻ പാടില്ലെന്നല്ലാതെ കണ്ടോ. പിന്നെ നമ്മൾ ദുഃഖിക്കുന്നതാണ്. കാര്യം മോഹം അല്ലെ, മോഹനം കഴിയുന്നത്. എന്നെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അതാവശ്യം അന്യമായി. എന്നാൽ നിങ്ങൾ അന്യോന്യം കഴിച്ചു കയറുകയും നിങ്ങൾ അന്യോന്യം കഴിച്ചു കയറുകയും അറിയാമോ? കഴിച്ചു കയറുന്ന അങ്ങോട്ട് ഇവിടെ പട്ടി കഴിച്ചത്. പട്ടിയെന്നാ അഗ്നിയാണ് പട്ടി. ബൈബിളിൽ അതാണ് ഞാൻ വന്നിട്ട് വന്നത്. അൻകാട് തീർന്നാണ് പട്ടി. അൻകാട് ഈ പട്ടി ഗ്രാമികളുടെ കൊച്ചുണ്ടാകുന്ന സംഗീതം 6:14 പ്രത്യേക സൗണ്ട് ഉണ്ടാക്കും പറ്റി. ആ സൗണ്ട് വരുന്ന അതുകൊണ്ടാണ്. സന്ധ്യതോറും അവർ മടങ്ങി വരുന്നു. നായ്ക്കളെ പോലെ ഓടിയിട്ടുണ്ട് നഗരത്തിലെന്നും. ആ റൂമാണ് ഈ പഠനത്തിൽ പറയുന്നത്. ഫിലിപ്പിയർ 3:2 പട്ടി പരിശോധന അതൊക്കെയാണ് കേൾക്കുന്നത്. മിസ്റ്റർ പൗലോസ് പറയാണ്, നായ്ക്കളെയും തിന്മകൾ പ്രവർത്തിക്കുന്നവരെയും പരിച്ഛേദനവാദികളെയും സൂക്ഷിച്ചുകൊള്ളാൻ. ചുമ്മാ പറയാം
അതാണ് യേശു 56:9 പറയുന്നത്. യാത്രയ്ക്ക് ആരാണ്? വയലിലെ മൃഗങ്ങളെ വന്യമൃഗങ്ങളെ ഭക്ഷിക്കുകയും എന്റെ ജനത്തിന് കാവൽക്കാർ അന്ധരാണ്, അവർ ഒന്നും അറിയുന്നില്ല, അവർ മൂകരായ നായ്ക്കളാണ്, അവർക്ക് കുറയ്ക്കാനാവില്ല, അവർ കിടന്ന് സ്വപ്നം കാണുന്നു, നിദ്രാപ്രിയരാണവർ, ആർത്തി പിടിച്ച നായ്ക്കളാണവർ, അവർക്ക് തൃപ്തി വരില്ല, ഇടയന്മാരെ ഒന്നും അറിയുന്നില്ല, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അവർ സ്വന്തം വഴി നോക്കുന്നു. അവർ പറയുന്നു, വരൂ പോയി നീങ്ങി കൊണ്ടുവരാം, നമുക്ക് ലഹരിമാലിന്യം നിലയെ പിടിക്കാം. അത് അങ്ങനെ പോകുന്നത് അതിർത്തികൾ അങ്ങനെയാണ്. മരുമണിക്കുന്നവരെല്ലാവരും തള്ളിപ്പറയും കുറ്റങ്ങൾ ചാർത്തും. അതാണ് 2 പത്രോസ് 10:16. ഇതാണ് യൂദാസ് 18:19. അവസാന നാളുകൾ പരിശുദ്ധാത്മാവില്ലാത്തവരും വന്നിട്ട് അവരായിരിക്കും പ്രാർത്ഥനകൾ നടത്തുന്നത്. കേട്ടോ, അതറിയണം. ജ്ഞാനം പറയുന്നത് പരിശുദ്ധാത്മാവിൽ ജ്ഞാനം ഉണ്ടായില്ല. യൂദാസ് 18:19. തങ്ങളുടെ ദുഷ്ടമായ അധമ വികാരങ്ങൾ കഴിയപ്പെട്ട് ചെയ്യുന്ന പല ദൂഷകർ അവസാന നാളുകളിൽ പരിശുദ്ധാത്മാവില്ലാത്തവർ കേവലം ലൗകികമായ വീടാണ് പിന്നിട്ടുണ്ടാകുന്നത്. കേവലം ലൗകികത്തിന്റെ പേരിൽ അവരാണ് വെളിപ്പെടുത്തൽ ഉണ്ടാക്കുന്നത്. അതാണ് പത്രോസ് പറയുന്നത് 2-ാം അധ്യായത്തിൽ 14-15 കണ്ടോ. ഇതെല്ലാം ചോദിച്ചിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ അവിടെ പറഞ്ഞതെന്താണെന്ന് അറിയാമോ? എല്ലാം കഴിഞ്ഞ ഉടനെ തീർന്ന ഉടനെ ആ സമയത്ത് പറയാം, ഞാൻ രോഷാന്നാണോ എല്ലാവരും തമ്മിൽ കൈവട്ടല്ലോ. ഞാനത് പറഞ്ഞത് കാണിക്കാൻ വേണ്ടിയാണ്. അതാണ് ആക്ട് 13:10. ദൈവത്തിന്റെ എല്ലാ നിറവിലും അവൻ നശിപ്പിക്കും. എല്ലാം ന്യായമായിട്ടുള്ളതും നീ പ്രവർത്തിക്കുന്ന എല്ലാം നശിപ്പിക്കും. കാരണം നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട് നമ്മൾ വചനത്തിൽ ജീവിക്കുകയാണ്, വചനത്തിന്റെ ശക്തിയിലാണ്.